CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഇന്നലെ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിന് പിന്നാലെയാണ് ED വീണയെ വിളിച്ചു വരുത്തിയത്. വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, 10 മണിക്കൂറോളം നീണ്ടുന്ന ചോദ്യം ചെയ്യൽ, പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് EDക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട് ഹാജരാകാനായി. വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 9:30 വീണ ടി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിയത്. 9:10 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 9.5 മണിക്കൂറോളമാണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. ഇത് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. വീണ്ടും ഹാജരാകാനായിട്ട് വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും വീണ വീണ്ടും ഹാജരാകേണ്ടത്. കഴിഞ്ഞ ദിവസം SFIO നൽകിയിട്ടുള്ള അനുബന്ധ ഡോക്യുമെന്റുകളെല്ലാം തന്നെ, കുറ്റപത്രത്തോട് അനുബന്ധിച്ച് നൽകിയ ഡോക്യുമെന്റുകളെല്ലാം തന്നെ EDക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. നേരത്തെ 29-ാം തീയതി ഹാജരാകാമെന്നായിരുന്നു വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന CMRL ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അവരുടെ മൊഴികൾ, ഒപ്പം തന്നെ SFIOയുടെ കയ്യിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ ഡോക്യുമെന്റുകൾ, ഇവയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. പ്രധാനമായും ഈ CMRLന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയെങ്കിലും നടന്നിട്ടുള്ളൂ, അത് എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾക്ക് വീണ അറിയില്ല എന്ന മറുപടി നൽകിയിരുന്നു. ചില ഡോക്യുമെന്റുകൾ ഇല്ല എന്ന് മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും വീണയെ വിളിപ്പിച്ചത്. ഇനി വീണ്ടും അടുത്ത ആഴ്ച വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.